അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് ഭാര്യമാര് വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ജോലിക്ക് പോകുന്ന ദൂരെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് വാതിൽക്കൽ നിന്നിട്ട് വിളിച്ചു പറയും. എന്ത് പറയും? ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഈ ദുനിയാവിൽ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഇയ്യാക വകസബൽ ഹറാം, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങളെ സൂക്ഷിക്കണേ, ഹറാമ സമ്പാദിക്കണേ, സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിലൂടെ ഞങ്ങളൊക്കെ കഴിക്കപ്പെട്ടാൽ ഞങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. പക്ഷേ നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല കേട്ടോ. അതുകൊണ്ട് ഹറാമ് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം അത് തീർച്ചയായും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ ഗൗരവമായി ചിന്തിക്കേണ്ട പാഠമാണ്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, അവന്റെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. അയൽവാസി സുന്ദരമായ വീട് വെച്ചത് കണ്ടിട്ട് എന്തേടാ നീ 10 കൊല്ലമായി ഗൾഫിൽ പോകുന്നു, ഇതുവരെ ഒരു നില പോലും നീ കറക്റ്റായി പണിതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ളവരെ മോശപ്പെട്ട ജോലിക്ക് വേണ്ടി നിർബന്ധിക്കരുത്. ഇയ്യാക വകസബൽ ഹറാം, നീ നിന്നെ സൂക്ഷിക്കണേ. ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിനെ ശ്രദ്ധിക്കണേ. ഒരുപാട് ആളുകൾ സമ്പത്ത് ഹറാമായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. അതിനുവേണ്ടി അന്യരെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവാക്കളുള്ള കാലഘട്ടമാണ്. വ്യഭിചരിക്കാൻ, സിനിമ കാണാൻ, സീരിയൽ ദർശിക്കാൻ, അശ്ലീല തലത്തിലേക്ക് കണ്ണും കാതുകളും കൊണ്ടുപോകാൻ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, അടിച്ചു പൊളിക്കാൻ, ഏതെങ്കിലും ബാങ്കുകളിലോ മാളുകളിലോ പോയിരുന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, എറണാകുളത്തോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഏതൊക്കെ റെഡ് സീറ്റുകളുണ്ടോ അവിടെയെല്ലാം പോയി അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടി, സമ്പത്ത് ചൂതാട്ടം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ, അതിനുവേണ്ടി ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നവരെ ശ്രദ്ധിക്കണേ. വൈഫത്തു തുഅമത്തിൻ, ഹറാമല്ലാത്ത ഹലാലായ സമ്പാദ്യം കൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ. അത് മാത്രം കഴിച്ച് നിലകൊണ്ടാൽ മാത്രമാണ് നിനക്ക് ദുആഇന് ഇജാബത്ത് ലഭിക്കുക എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലത് കഴിക്കണേ. വഅമലൂ സാലിഹാ, നല്ല അമലുകളും ചെയ്യണേ. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂല് 10,000 സഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഓതുമ്പോ ഫഖാമ സഅദ് ബിൻ അബീ വഖാസ്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഉദ്ഉല്ലാഹ ലി അൻ അകൂന മിൻ മുസ്തജാബി ദഅവാത്,
എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നവരായി ഉൾപ്പെടുന്ന വ്യക്തിത്വമായി മാറാൻ, റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു തട്ടാത്തതാകുന്ന വ്യക്തികളിൽ ഉൾപ്പെടാൻ തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ഹലാൽ കഴിക്കണേ, തകുൻ മുസ്തജാബു ദഅവാ. നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിക്കണേ, ഹറാമ് കഴിക്കരുതേ, ഹറാമ് ഭുജിക്കരുതേ, ഹറാമ് സമ്പാദിക്കരുതേ. ഹലാല് സമ്പാദിച്ച് ഹലാല് ഭുജിച്ച് നീ ദുആ ചെയ്താൽ തകുൻ മുസ്തജാബു ദഅവാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ് പെങ്ങളെ. പെങ്ങളെ, എത്രയെത്ര ഉമ്മമാരാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നില്ലല്ലോ, ഞാൻ ദിക്ർ ചൊല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ റവാത്തിബ് സുന്നത്തുകൾ അമൽ ചെയ്യുന്നവനാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവളാ. ദുആഇന് ഇജാബത്ത് ഇല്ലാത്തതെന്താണ്? എന്താണ്? നിനക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണോ? തകുൻ മുസ്തജാബു ദഅവയായി മാറണോ? നീ ഹലാൽ സമ്പാദിക്കണേ, നിന്റെ ഭർത്താവിനോട് ഹറാമ് കൂട്ടരുതേ, വീട്ടിലേക്ക് കൊണ്ടുവരരുതേ എന്ന് പറയണേ. ഇന്നത്തെ സഹോദരിമാര്, ഇന്നത്തെ ഭാര്യമാര് വലിയ കുറ്റം ചെയ്യുന്നവരാണ്. എന്തെന്നറിയുമോ? അയൽവാസിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭാര്യയും ഉമ്മയും പറയുകയാണ്, എടാ എത്ര നാളായി നീ കച്ചവടം തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 20 കൊല്ലമായിട്ട് പോലും ഒരു വീട് കേറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അയൽവാസിയാകുന്ന ജാബിറിലേക്ക് നോക്ക്, അയൽവാസിയാകുന്ന ഉസ്മാനിലേക്ക് നോക്ക്. അവൻ 3 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയിട്ട് അവനിതാ വലിയ മനോഹരമായ വീട് വെച്ചു, അവൻ അങ്ങാടിയിൽ വലിയതാകുന്ന സ്ഥലം വാങ്ങിച്ചു, അവിടെ ബിൽഡിംഗ് കെട്ടാൻ പോവുകയാണ്. ഇത് ഉമ്മ പറയുന്നത് കേൾക്കുകയാണ്, ഇത് ഭാര്യ പറയുന്നുകൊണ്ട് കേൾക്കുകയാണ്. നല്ല ഒരു ജോലിയാണ്, ഹലാലായ ജോലിയാണ്, ഹലാലായ സമ്പാദ്യം കൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് നിർബന്ധം ചൊലുത്തിയിട്ട് ഉമ്മയും ഉപ്പയും സഹോദരിമാരും ഭാര്യയുമടക്കം നിർബന്ധം ചൊലുത്തുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, ഹറാമ് സമ്പാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. അവന് പാർട്ട് ടൈം ജോലി, മോശപ്പെട്ട ജോലികൾ തേടിക്കൊണ്ട് പോയാണ്, അടിച്ചു മാറ്റാൻ വേണ്ടി തുനിയുകയാണ്, അറബിയത്തിക്കാനയിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഭാര്യയല്ലേ. ആരാണ് ഉത്തരവാദി? ഭർത്താവിനെ നിർബന്ധിച്ച ഉമ്മയല്ലേ, ഭർത്താവിനെ നിർബന്ധിച്ച ഉപ്പയല്ലേ. ആരാണ് ഉത്തരവാദി? വാപ്പയെ നിർബന്ധം ചൊലുത്തിയ മകളല്ലേ, മകനല്ലേ. പാവപ്പെട്ടവൻ ഹലാല് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചിരുത്തണേ. കാരണം നാളെ ആഖിറത്തിൽ ഖേദമാണ്, ഖേദമാണ്. മാനബത മിനൽ ഹറാം, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ആരൊരുവൻ ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടിയോ, അതിലൂടെ ഭക്ഷണം കഴിച്ചോ, അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നൽ അബ്ദ ലയഖ്ദിഫു റുഖ്മതൽ ഹറാം ലാ യഖ്ബലുല്ലാഹു അമലഹു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരടിമ ലയഖ്ദിഫുൽ ലുഖ്മതൽ ഹറാമ, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഹറാമായ ഭക്ഷണം ഒരു പിടി വായിലേക്ക് വെച്ചാൽ ലാ യഖ്ബലുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമലിനെ സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ നിസ്കരിച്ച നിസ്കാരം, നീ നോറ്റുവീട്ടിയ നോമ്പുകൾ, നീ കൊടുത്തു
കിട്ടിയ സക്കാത്തുകൾ നീ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതാകുന്ന പ്രാർത്ഥനകൾ, നീ നമസ്കരിച്ച നിസ്കാരങ്ങൾ, നീ പാതിരാത്രി സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത പ്രാർത്ഥനകൾ ഒന്നും തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖബലുല്ലാഹു അമാലഹു, അവന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റപ്പിടി വായിൽ വെച്ചതേ ഉള്ളൂ, അമല് പോയി. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് ആളുകൾ പറയുന്ന, പലപ്പോഴും സഹോദരിമാർ ആശങ്കപ്പെടാറുള്ള ഒരു കാര്യമാണിത്. അതെ, ദുആ സ്വീകരിക്കുന്നില്ല, ഭർത്താവ് കൊണ്ടുവരുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിർബന്ധം കാരണമായിട്ട് ഒരുപക്ഷെ മോശമായ തലത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ഒരു രൂപ വന്നാൽ മതി ഹറാം. തക്കബ്ബുർ കാണിക്കുന്നവർ, കിബ്ർ കാണിക്കുന്നവർ, കല്യാണത്തിന് വേണ്ടിയുള്ളതാകുന്ന ഒരുക്കങ്ങൾ ഉറപ്പിക്കൽ വരുമ്പോഴേ തന്നെ മാല കോർത്തിട്ടിട്ട് ഡമ്മിയുമായിട്ട് വരികയാണ്. അതിന് തൊട്ടുപിറകിൽ കുറെ കേക്കും വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നബിദിനത്തിന്റെ റാലിക്ക് പോലും ഇത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര പരിപാടിയാണ്. വളരെ അദബും ഗുരുത്വത്തോടുകൂടി ബീവറേജിന്റെ ക്യൂ പോകുന്നത് പോലെയാണ് പോകുന്നത്. വഴി തെറ്റരുതേ, വഴി തെറ്റരുതേ. അല്ലാഹ്, വിവിധങ്ങളാകുന്ന ആഹാരങ്ങൾ അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെ എത്തിപ്പോയി ഇന്നത്തെ തലമുറ? അതിനെല്ലാം പുറമെ കേക്കിനകത്ത് ഒളിപ്പിച്ചു വെച്ചതാകുന്ന മൊബൈൽ ഫോൺ, അതെങ്ങനെ കൊടുക്കാൻ? ഐഫോൺ 13 Pro. രാത്രിയിൽ വിളിക്കണേ, വീഡിയോ ചാറ്റ് ചെയ്യാം, നല്ല റാഹത്ത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ വിളി ഹറാമല്ലേ? അന്യപുരുഷനല്ലേ? വിവാഹത്തോടു കൂടിയല്ലേ നിനക്കവനെ ഹലാലാവുകയുള്ളൂ. എത്രയെത്ര കേസുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. നിങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നോക്കണം, എത്രയെത്ര കേസുകളാണ്. ഇതിപ്പോ 400 കുടുംബങ്ങളല്ലേ, 3000 കുടുംബങ്ങളുടേതാകുന്ന മഹല്ലിന്റെ നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്, കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത്. എത്രയെത്ര കേസുകളാണ് വന്ന് കെട്ടിക്കിടക്കുന്നത്, എത്രയെത്ര വിഷയങ്ങളുണ്ട്. നമ്മൾ നിസ്സാരമായി കാണരുത്. കല്യാണത്തിന് മുമ്പുള്ളതാകുന്ന ഫോൺ വിളി അവസാനം എല്ലാം ചോർത്തിയെടുത്തു. ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരനോട് പാവപ്പെട്ട പെണ്ണെല്ലാം വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ പെണ്ണിനോട് ഭർത്താവ് ചിലരതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതറിയലാണ് മുഖ്യം. എന്നാലും നിനക്കൊരു ലൈൻ ഇല്ലാതിരിക്കില്ല. ഏതാണ് നിന്റെ ലൈൻ? KCB ലൈനാണോ, ഏതാ ലൈനോ, ഫോണിന്റെ ലൈനാണോ ഒക്കെ അവൻ അറിയണം. ഇതിങ്ങനെ ചോദിച്ച് ചോർത്തിയെടുക്കുക. ഇതിനാണ് നേരത്തെ ഫോൺ വിളിക്കുന്നത്, അല്ലവരൊന്നുമില്ല. എവിടെയാണ് അവനുമായിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ആക്കി അവസാനം കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കും. 3-ാമത്തെ ദിവസം ആവുമ്പോൾ തലാക്ക് വേണം. റമദാൻ 23-നാണ് റൂഹെ ബയാൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്ലിസ് വിനീതൻ യൂട്യൂബ് ലൈവിലൂടെ സ്റ്റാർട്ട് ചെയ്തത്. സുബൈക്ക് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മുതൽക്കുണ്ട്. കൃത്യം 5:30 മണിക്കുണ്ട്. കുമ്മനം ഉസ്താദ് ലൈവെന്നോ അല്ലെങ്കിൽ റൂഹെ ബയാൻ ലൈവെന്നോ ഒക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. ഇപ്പൊ യൂട്യൂബ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളാ സദസ്സിൽ സാക്ഷികളാണ്. ഇശായിന് ശേഷം 8:15 മണിക്ക് എല്ലാ ദിവസവും തുടങ്ങും. അതുകൊണ്ടാണ് ഇന്നിവിടെ മജ്ലിസ് കൃത്യമായി നേരത്തെ തുടങ്ങാനും കാരണം. എല്ലാ ദിവസവും അത് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അതിലൊരു ദിവസം പോലും ഇല്ല ഇടതടമില്ലാതെ 3 കോളെങ്കിലും വരുന്നത് തലാഖ് സംബന്ധമായ വിഷയമാണ്. അത് പറയാനാണ്. നിസ്സാര വിഷയങ്ങളാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തമ്മിൽ വിള്ളലുകൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹബന്ധമൊന്നുമല്ല. ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലുകളാണ്. പുറംപൂച്ച് എന്ന് പറയും. പുറമെ വലിയ കാട്ടിക്കൂട്ടലാണ്, ഉള്ളു വളരെ മോശമാണ്, പ്രശ്നമാണ്. രാത്രിയായ ഈ വാതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കത്തിയായിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു, മറ്റേ ആൾ വടിയായിട്ട് നിൽക്കുന്നു. സുബൈ വരെ യുദ്ധമാണ്. ഭയങ്കര ഇടിയും ബഹളമാണ്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. എന്താ പ്രശ്നം? ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ മർമ്മപ്രധാനമായി മുറുകെ പിടിക്കേണ്ട ചില ഭാഗങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചിരുന്നില്ല. ധൂർത്തും നിർവയവും പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നല്ലതുപോലെ ധൂർത്തടിച്ചു, സമ്പത്ത് ധൂർത്തടിച്ചു. നമ്മളുടേതാകുന്ന വസ്ത്രത്തിൽ ധൂർത്തുണ്ടായിരുന്നു, ഭക്ഷണത്തിൽ ധൂർത്തുണ്ടായിരുന്നു. അനാവശ്യമായ സമ്പത്ത് ഒരുപാട് കളഞ്ഞു കുളിച്ചു. മക്കളെ കൊണ്ട് അഹങ്കരിച്ചു.
ആ മക്കൾക്കും ദൂർത്ത് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ പ്രായത്തിൽ മൊബൈൽ ഫോൺ മക്കളുടെ കൈവശം കൊടുത്തു. ഓൺലൈൻ പഠനത്തിന്റെ പേരിൽ മക്കളുടെ കൈവശം കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ എത്രയോ വില്ലനായിട്ട് കടന്നു വന്നിരിക്കുന്നു. എത്ര ആളുകളാണ് വിളിക്കുന്നത്, എന്റെ മകന് ഇന്നവനുമായിട്ട് പ്രണയമാണ്, എന്റെ മകൾക്ക് ഇന്നവനുമായിട്ടുള്ള പ്രണയമാണ്. ചെറിയ കുട്ടിയാണ്. ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് 14 വയസ്സാകുന്നതേ ഉള്ളൂ എന്റെ മകൾക്ക്, അവൾ ഇപ്പോൾ തന്നെ മറ്റൊരുത്തരുമായിട്ട് ഒളിച്ചോടാൻ തയ്യാറാകി നിൽക്കുകയാണ്. ഇത് ഫോൺ വിളി അറിയാതെ ഉമ്മ കേട്ടപ്പോഴുണ്ടായ നൊമ്പരം. ചോദിച്ചു, ഉമ്മയുമായി വഴക്കായി, ബഹളമായി. അവൾ പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ തന്നെ മതി എന്ന് ഉറപ്പിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് അവരിരുന്ന് കരയാണ്. 5 മിനിറ്റോളം അവർ കരച്ചിലാണ് ഉമ്മ. കാരണം അവർ ഈ പ്രിയപ്പെട്ടതാകുന്ന മകളെ 14 വയസ്സുവരെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്തിയതിന്റെ പാടവർക്കറിയാം. എത്രയോ പ്രയാസം സഹിച്ചിട്ടാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. ആ മകളു ഒരു നിമിഷം തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വർത്തമാനം പറയുകയും ചാടിക്കളിക്കുകയും അടിക്കാനും തൊഴിക്കാനും ശകാരിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ കടന്നു വരാനുള്ള ധൈര്യം ആര് കൊടുത്തു? ആരാണ് കൊടുത്തത്? മൊബൈൽ ഫോണിലൂടെ മറ്റുള്ളവരുടെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ. ഇതൊന്നുമല്ല ജീവിതം. ജീവിതം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മനോഹരമായ ജീവിതം. അതെങ്കിലും നോക്കി പഠിക്കൽ. വേറൊന്നും നിങ്ങൾ നോക്കിയില്ലേലും. നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് വരെയും ആരെയും പറയിപ്പിച്ചിട്ടില്ല. എത്ര കൊല്ലമായി ഇവിടെ ജീവിക്കുന്നു? 30 കൊല്ലം 40 കൊല്ലമായിട്ട് ഇവിടെ മനോഹരമായ ജീവിതം നയിച്ചു പോവാൻ. അവർക്ക് ഒളിച്ചോടാമായിരുന്നെങ്കിൽ എത്ര ഒളിച്ചോട്ടം നടക്കുമായിരുന്നു. ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള എത്രയോ പ്രവാസികൾ ഈ മജ്‌ലിസിലുണ്ട്. എത്രയോ ആളുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സ്വന്തം ശരീരത്തെ പണയപ്പെടുത്തിയിട്ട് മറ്റുള്ളതാകുന്ന സ്ത്രീകളുമായിട്ട് കാമകേളികൾ നടത്തണമെങ്കിൽ ദുബൈയിലേക്ക് തെരുവോരങ്ങളിൽ അഡ്രസ് സഹിതം കടകളുടെ മുന്നിൽ ഇങ്ങനെ വാരി എറിഞ്ഞിട്ടിരിക്കുക. എവിടെ വേണമെങ്കിലും പോ, എല്ലാം ഉണ്ട്. അഡ്രസ്സും ഫോട്ടോയും സഹിതം വാരി വിതറിയിട്ടുണ്ട്. തെരുവോരങ്ങളിൽ ഇങ്ങനെ വാരി വിതറിയിരിക്കുക. ഫോൺ നമ്പർ സഹിതം. ജസ്റ്റ് വിളിക്കുക, ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി. ആള് വന്ന് ഇവനെ പൊക്കിയെടുത്തോണ്ട് പോയിക്കോളും. ചെറിയ ചില്ലറ എന്തെങ്കിലും കൊടുത്താൽ റാഹത്തായിട്ട് എല്ലാ കാര്യവും നടക്കും. അങ്ങനത്തതാകുന്ന ഭർത്താവ് നിന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരം മറ്റൊരു പെണ്ണിനെ പണയപ്പെടുത്താതെ നിനക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ, പെണ്ണെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ മറ്റൊരുത്തനെ പാവിരിക്കാൻ പോകുന്നത് എന്തിന്? അവരുടെ പ്രിയപ്പെട്ട മക്കൾ എന്തുകൊണ്ട് ഈ മോശമായ രീതിയിലേക്ക് പോകുന്നു? നമുക്ക് എവിടെയാണ് ആത്മീയത കുറഞ്ഞു പോയത്? നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഓൺലൈൻ വിദ്യാഭ്യാസം, അത് വില്ലനാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. മൊബൈൽ കൊടുക്കണ്ട എന്നോ വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നോ അല്ല. അതൊക്കെ നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഇനിയുള്ള ശനിയും ഞായറും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നിർബന്ധമാക്കും. അങ്ങനെ തന്നെ കൊണ്ടുപോകും. കാരണം അത് അധ്യാപകർക്ക് ഒന്നുകൂടി സൗകര്യമാണ്. നേരിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ ഒച്ചയെടുക്കണം, ശബ്ദമുയർത്തണം, എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കണം. ഇത് അല്ലാത്ത ക്ലാസ് ആകുമ്പോൾ, ഓൺലൈൻ ആകുമ്പോൾ അവർക്ക് അത് വളരെ സൗകര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ടുപോകും. ആ രീതിക്ക് ഇനി സിലബസുകൾ ഖിയാമത്ത് നാൾ വരെ ക്രമീകരിക്കപ്പെടുകയുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാകും. പക്ഷെ ഇതിലൂടെ ഉണ്ടായിത്തീരുന്ന വലിയ അപകടങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർ ആത്മീയമാകുന്ന തലത്തിലേക്ക് തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ യൂട്യൂബിലൂടെയും മറ്റുള്ള സെർച്ചിങ്ങിലൂടെയും ഒക്കെ കൊണ്ടുപോകുന്നത് മോശമായ തലത്തിലേക്കാണ്. അവിടെയാണ് അപകടം. അവരെത്ര മണിക്കാണ് ക്ലാസ് ഉള്ളത്? അവർ ആ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എത്ര മണിക്ക് ആ ക്ലാസ് തുടങ്ങും? എത്ര മണിക്ക് അവസാനിക്കും? ഇത് വാപ്പയും ഉമ്മയും അറിഞ്ഞിരിക്കണം. മക്കൾക്ക് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും ഒക്കെ കൊടുക്കുമ്പോൾ അത് പരസ്യമായി വീടിന്റെ ഹാളിലിരുന്നു കൊണ്ട് പഠിക്കത്തക്ക രീതിക്കുള്ള പഠനമാണെങ്കിൽ പഠിക്കാൻ വിട്ടാൽ മതി. അല്ലാതെ റൂമിലോട്ട് കയറ്റി 2ാം നിലയുടെ മുകളിൽ കയറി ടെറസിൽ പോയിരുന്നിട്ടുള്ള പഠനം അത് വേണ്ട. വൈഫൈക്ക് ഇവിടെയാ കണക്ഷൻ കൂടുതൽ. വൈഫൈക്ക് മാത്രമല്ല, വേറെയും കണക്ഷൻ ഇവിടെയാ കൂടുതൽ. തട്ടുംപുറത്തോട്ട് പോവാൻ ഒന്നും വിടണ്ട. ഹാളിൽ, നടുഹാളിൽ. അത് ഉമ്മാക്ക് അടുക്കളയിൽ ഇങ്ങനെ ഒറ്റ നോട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണണം. ആ രീതിയിൽ ലാപ്ടോപ്പിന്റെ സംവിധാനം ക്രമീകരിക്കണം. ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു ഭിത്തി പുറയിൽ ഇങ്ങനെ മറയാക്കിയിട്ട്. ഉമ്മ അവിടുന്ന് വരുമ്പോ അപ്പൊ ചുമ്മാ ABCDEFGHIJ. അതിനു മുമ്പ് വേറെ ആയിരുന്നു, മാറ്റിക്കളഞ്ഞ സംഭവം. ഉമ്മ അവിടെ എത്തുമ്പോഴത്തേക്ക് സംഭവം മാറ്റി.
ഇങ്ങനത്തെ തരികട പിള്ളേരാണ്. അതുകൊണ്ട് അവരുടെ മുന്നിൽ എന്ത് ചെയ്യണം? ഉമ്മാക്ക് കുറച്ച് വിവരം തരികയാണ്, ശരിക്കും പഠിച്ചോ, എന്ത് ചെയ്യണം? തിരിച്ചു വെക്കാൻ പറയണം. അപ്പൊ ഉമ്മാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ തന്നെ അപ്പൊ അതിന്റെ ABCD ഒക്കെ എല്ലാം മാറും. ഇതൊക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മാതാപിതാക്കൾ പോലും അറിയാതെ അവർ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും വ്യത്യസ്തമാകുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകൾ പ്രത്യേകമായി പഠിച്ച് അതിനുള്ളിൽ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ വരെ ഒളിപ്പിച്ചു വെച്ച് രാത്രിയുടെ യാമങ്ങളിൽ പുതപ്പിന് കീഴിലിരുന്നുകൊണ്ട് സുബഹി വരെ കണ്ണുമഞ്ഞളിപ്പിച്ചുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പാട്ടുകളും അശ്ലീലമായ സിനിമകളും അശ്ലീലമാക്കപ്പെട്ട സന്ദേശങ്ങളും സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന മോശപ്പെട്ടതാകുന്ന ഭാഗങ്ങളൊക്കെ അഥവാ സ്വന്തം ശരീരത്തിന് മറ്റുള്ളവന് കാണാൻ പാടില്ലാത്തതാകുന്ന അവയവങ്ങളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ എടുത്ത് അതെല്ലാം സെൻഡ് ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് ഇന്നത്തെ തലമുറകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുഖം ആദ്യം കാണിച്ചു കൊടുക്കും, പിന്നീട് അവന്റെ നിർബന്ധത്തിന് വഴങ്ങി. കാരണം നിനക്കുള്ളതാണല്ലോ എല്ലാം, ഞാനും നിനക്കുള്ളതാണ്, നീ എനിക്കുള്ളതാണ്, പിന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇച്ചിരി കൂടെ താഴോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം. അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് കാണിക്കുക. പെണ്ണ് വഞ്ചിക്കപ്പെടുകയാണ്. ഇത് എത്രയോ വാർത്തകൾ ദൈനംദിന ജീവിതത്തിൽ കാണുകയാണ്. എന്നിട്ടും നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തായാലും ചെയ്യാം. എനിക്ക് ശബ്ദം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ശബ്ദം എടുക്കാറ്. ഇന്നലെ വയല് കറഞ്ഞപ്പോൾ 1:30 മണിയായി രാത്രിയിൽ. നല്ല മഞ്ഞാണ് മലപ്പുറം, അവിടെ നല്ല ശബ്ദം എടുത്തു. ഓപ്പൺ ആയിരുന്നു, ഇതുപോലെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട. ഞാൻ സാധാ ഒരു ക്ലാസ് മോഡലങ്ങ് പറഞ്ഞു പോവാണ്. അതിൻ്റെ ഒരു രീതിയിലേ അല്ല പോകുന്നത് ഇപ്പോൾ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. വിഷയങ്ങൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ, കിട്ടുന്നില്ലേ? അത് മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വേഗം നിർത്തുകയാണ് കേട്ടോ. ഞാനിത് ഗൗരവമുള്ളൊരു വിഷയം ആയതുകൊണ്ടാണ് ഇത് ഉണർത്തിയത്. അപ്പൊ സൽ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അത് വാപ്പ കാണിച്ചു കൊടുക്കണം. മറ്റൊരാളുടെ വീടിന്റെ ഉമ്മറത്ത് പോയി നിൽക്കേണ്ട ശൈലി, അവിടെ പോയി അസ്സലാമു അലൈക്കും പറയുന്ന രീതി, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന രീതി, വീട്ടിൽ മക്കളോട് ഭാര്യയോട് കുടുംബത്തോട് സംസാരിക്കുന്ന സംസാരം, ഇതൊക്കെ അടയാളപ്പെടുത്തും. ഇതൊക്കെ മക്കളിൽ വലിയ സ്വാധീനം ചെലുത്തും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ആ 4 കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടാലും നീ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അതിലാദ്യമായി നബി തങ്ങൾ പറഞ്ഞത് ഹിഫ്ളു അമാനത്തിൻ, ഉത്തരവാദിത്തങ്ങൾ സൂക്ഷിക്കലാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ് വസിദഖു ഹദീസിൻ, സത്യം പറയലാണ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് വഹുസ്നു ഖലീഖത്തിൻ, നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തലാണ്. നാലാമതായി അവസാനമായി റസൂലുള്ളാഹി പറയുകയാണ് വഇഫ്ഫത്തു തുഅമത്തിൻ, നല്ല ഭക്ഷണം കഴിക്കണേ, ഹലാൽ സമ്പാദിക്കണേ, ഹലാലായത് ഭുജിക്കുകയും ചെയ്യണേ. ഹലാല് സമ്പാദിക്കുകയും ഹലാല് കഴിക്കുകയും ചെയ്താൽ നിന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വലിയ ചർച്ചയും കോലാഹലങ്ങളും കേരളത്തിൽ സൃഷ്ടിച്ചൊരു വിഷയമാണ് ഹലാൽ. അല്ലേ? എന്താ ഹലാൽ? അനുവദനീയമായത്. ഹറാം നിഷിദ്ധമായത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ വ്യക്തി അറവ് നടത്തുക, ബിസ്മില്ലി അറവ് നടത്തുക എന്നുള്ളതാണോ? അല്ല, അത് മാത്രമല്ല. അങ്ങനെ ചില ആളുകൾ നമുക്കിടയിൽ തന്നെ മനസ്സിലാക്കി പോയവരുണ്ട്. ഈ ഹലാലിന്റെ അറിവെന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു വ്യക്തിയായിരിക്കണം, അവൻ ബിസ്മില്ലി അറക്കണം. അങ്ങനെയൊന്നുമല്ല. കഴിക്കാൻ പറ്റുന്നതേ അത് പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പന്നി മാംസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? പന്നി മാംസം കഴിക്കാൻ പറ്റൂല. ഈ പന്നി മാംസം ഒരാൾ അറക്കാണ്. ആരാ അറക്കുന്നത്? നല്ല മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തി അറക്കാണ്, ബിസ്മില്ലി അറക്കാണ്. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഹലാലല്ല. അപ്പൊ അറവ് നടത്തുന്നത് മുസ്ലിം ആവലുകൊണ്ടോ അല്ലെങ്കിൽ ബിസ്മില്ലി കൊണ്ട് അറവ് നടത്തുന്നോ എന്നുള്ളതല്ല വിഷയം.
ഇസ്ലാമിൽ ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആർക്ക്? മുഅ്മിനിന്. അല്ലാത്തവർക്ക് എന്തും കഴിക്കാം. മുഅ്മിനോടല്ലേ നിസ്കരിക്കാൻ പറയുന്നുള്ളൂ, മുഅ്മിനോടല്ലേ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, മുഅ്മിനോടല്ലേ റമദാനി നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർ റമദാനി നോമ്പ് പിടിക്കണോ നമ്മൾ ശാഠ്യം പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലാത്തവർ നിസ്കരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലാത്തവർ ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യനാണോ നീ നിന്റെ ജീവിതത്തിൽ ഹലാല് നീ കഴിക്കൻ, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കും. എന്നാൽ ഈ ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ ഹലാലേ കഴിക്കുകയുള്ളൂ, നല്ലതേ കഴിക്കുകയുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് കുടുസായ ചിന്താഗതിയല്ല, മുഅ്മിനിന് മാത്രമുള്ളതല്ല ഖുർആൻ. ലോകത്തുള്ളതാകുന്ന സർവർക്കും അതിൽ മാതൃകയുണ്ട്. അവർക്കൊക്കെ നന്മയിലേക്കുള്ള വഴിത്താരയാണ് വിശുദ്ധമായ കലാം ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ നിർദ്ദേശിക്കുന്നത് എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണം. മറ്റുള്ളവന്റെ കട്ടതും മോഷ്ടിച്ചതുമായ അപഹരിച്ചതുമായ സമ്പത്ത് കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. അത് ഭക്ഷണം മാത്രമല്ല. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷാള്, ഈ വസ്ത്രം, ഇത് ഞാൻ മറ്റൊരാളുടേത് കട്ടുകൊണ്ടാണ് മോഷ്ടിച്ചതാണ് എങ്കിൽ എന്റെ വസ്ത്രം ധരിക്കൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്, എനിക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഞാൻ ഭക്ഷണം തന്നെ നല്ല ഭക്ഷണമാണ്, നല്ല മട്ടൻ ബിരിയാണി തന്നെ മറ്റൊരാളുടെ കല്യാണത്തിന്, എന്നെ വിളിക്കാത്തൊരു കല്യാണത്തിന് പോയി കഴിച്ചു, എന്താവും അത്? എനിക്കത് നിഷിദ്ധമാണ്. നല്ല ഭക്ഷണമാണ്, അതിന്റെ മാംസം അറുത്തതും ബിസ്മില്ലി തന്നെയാണ്, മുസ്ലിമാണ് അറുത്തത്, ഒക്കെ നിയമങ്ങൾ പാലിച്ചാണ്, എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് കൊണ്ടുപോയി മോഷ്ടിച്ചിട്ട് കഴിച്ചു, എനിക്കത് പാടില്ലാത്തതാണ്. അപ്പൊ ഹലാലിന് വിവിധങ്ങളാകുന്ന തലങ്ങളുണ്ട്, അത് നല്ലതുപോലെ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് മതപരമാകുന്ന നിലയ്ക്ക് അറിവ് നടത്തപ്പെട്ടതും അനുവദിക്കപ്പെട്ടതുമാകുന്ന വസ്തുതകൾ മാത്രം ഉപയോഗിക്കുന്നതിനാണ് ഹലാൽ എന്ന് പറയുക. അതല്ലാത്തതിനെ ഹലാലിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും പ്രവാചകന്മാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ പ്രവാചകന്മാരെ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മാനവകുലമേ, നിങ്ങൾ അനുവദനീയമായ ഹലാലായ ശുദ്ധമായ മാംസം കഴിക്കണേ, ശവം തിന്നരുതേ. എന്തിനാണ്? വഅമലു സാലിഹാ, നിങ്ങൾ നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സുഹൃതങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നല്ല അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കണം. ഇപ്പൊ നിസ്കരിക്കാൻ എന്താ നിനക്കൊരു മടിയതൊക്കെ? നിന്റെ ഭക്ഷണം മുൻഗാമികൾ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ കഴിച്ച ഭക്ഷണം പടച്ചറബ്ബേ ഹലാലാണോ? ഒരു കടയിൽ കയറിയാൽ ആദ്യം തന്നെ അവിടെ ഉള്ളത് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തും. അത് മോശമായ എവിടെന്നെങ്കിലും കട്ടും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ളത് ശ്രദ്ധിക്കും. ഇതൊക്കെ മുൻഗാമികളുടെ ശ്രദ്ധയായിരുന്നു. നമുക്കിന്ന് അതൊന്നും ശ്രദ്ധയില്ല. അത് ശ്രദ്ധിക്കണം. ഒരു കണക്കിന് ഹലാൽ എന്നുള്ള ഒരു വിവാദം കൊണ്ടുവന്നത് ഹൈറാണ്. കാരണം ഈ ഉമ്മത്തിൽ തന്നെ പലർക്കും അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാംസം കഴുകുന്നു, ഇറച്ചി കഴുകുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു മസല പറയാൻ വേഗം. ഞാൻ വായത് പറഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റൂല. നീട്ടി പറയുമ്പോൾ ഇതാകുമ്പോൾ ചുരുക്കി പറയുമ്പോൾ എത്രയോ മസലകൾ മനസ്സിലാക്കാൻ. ഇവിടെ ശ്രദ്ധിക്കണേ, വേഗം നിർത്തും. മാംസം കഴുകാൻ ഇറച്ചി കൊണ്ടുവന്നു, ഒരു 5 കിലോ മട്ടൻ ഉദാഹരണം പറയാൻ കടയിലേക്ക് കഴുകുന്ന സന്ദർഭത്തിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് അതിലേക്ക് മാംസം കൊണ്ടുവന്നിട്ട് പൈപ്പ് തുറന്നു വെച്ച് ഇങ്ങനെ കഴുകി ആ രക്തം കലർന്നു കിടക്കുന്നതാകുന്ന പാത്രത്തിൽ നിന്ന് രക്തത്തോടു കൂടിയിട്ടുള്ളതാകുന്ന ഈ മാംസം മാറ്റി കുക്കറിലിട്ട് വേവിച്ച് കഴിച്ചാൽ അത് ഹലാലല്ല.
കാരണം എന്താ? അത് വെള്ളം ഊറുന്ന അടിയിലൂടെ പോയിട്ടില്ല. അരിപ്പ എന്ന് പറയും. താഴെ നല്ല തുളയുള്ള ദ്വാരമുള്ളതാകുന്ന ഒരു പാത്രമായിരുന്നുവെങ്കിൽ ബെറ്റർ ആയിരുന്നായിരുന്നു. അതുകൊണ്ടാണ് താഴെ ദ്വാരമുള്ളതാകുന്ന പാത്രത്തിനുള്ളിലിട്ടിട്ട് വെള്ളം നല്ലതുപോലെ അതിനുള്ളിലൂടെ അടിയിലൂടെ നല്ലതുപോലെ രക്തം പരിപൂർണമായി ഒലിച്ചു പോകണം. അതില്ലാതെ ദ്വാരമില്ലാത്ത പാത്രം അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇറച്ചിയിട്ട് പൈപ്പ് തുറന്നു വെച്ച് നല്ലതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ രക്തം കലർന്നതോടുകൂടി തന്നെ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിട്ട് വേവിച്ചാൽ അത് അനുവദനീയമല്ല. എന്തുകൊണ്ട്? രക്തം നമുക്കെന്താണ്? നിഷിദ്ധമാണ്, ഹറാമാണ്. ഇതൊക്കെ സ്ത്രീകളോട് പറയാണ് പ്രത്യേകം. പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? താഴെ ദ്വാരമില്ലാത്ത പാത്രമാണ് എങ്കിൽ പൈപ്പ് തുറന്നു വെച്ച് കയ്യിൽ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് സ്വല്പം കൊണ്ട് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പൈപ്പ് നല്ലതുപോലെ തുറന്നിട്ട് ആ വെള്ളം നമ്മുടെ കൈ വെള്ളത്തോടെ ഒലിച്ച് താഴെ കൂടെ ഇങ്ങനെ പോകണം, രക്തം. എന്നിട്ടേ അത് എടുക്കാവുള്ളൂ. നേരെ രക്തം കലർന്നിട്ടുള്ള പാത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ മാംസം എടുക്കൽ പാടില്ലാത്തതാണ്. حرمت عليكم الميتة والدم ولحم الخنزير. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹുരിമത് അലൈക്കുമുൽ മൈത. ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരാൾ ജീവൻ പോകാൻ നിലനിൽക്കാൻ ഒരൽപ്പം ശവത്തിൽ നിന്ന് കഴിച്ചെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ ഒരൽപ്പം കഴിക്കാം ജീവൻ നിലനിർത്താൻ. അല്ലാതെ റാഹത്തായിട്ട് അവിടെ ഒരു ബിരിയാണി വെച്ച് കഴിച്ചേക്കാം, അത് പറ്റൂല. ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരൽപ്പം ചത്തതിൽ നിന്ന് കഴിക്കാം, അതല്ലാതെ ശവം തിന്നാൻ പാടില്ല. രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കണ്ടോ ഖുർആൻ പറഞ്ഞത്. അപ്പൊ കഴുകുമ്പോ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. വലഹ്മുൽ ഖിൻസീരി. പന്നി മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വൽ മുൻഖനിഖത്തു. ഖുർആൻ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ പേര് ചൊരിക്കാതെ ബിസ്മില്ലാതെ ഇറക്കുന്നത് മുസ്ലിമിന് പാടില്ല. വൽ മുൻഖനിഖത്തു. ശ്വാസം മുട്ടിച്ചു കൊന്നത് പാടില്ല. ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പണ്ഡിതന്മാർ സൂക്ഷ്മാലുക്കളാകുന്ന ചില ഉസ്താദുമാര് വലിയ വലിയ സൂഫി ഉലമാക്കളൊന്നും ചിക്കൻ കഴിക്കാറില്ല. എന്താ കാരണം? ഞാനൊരു വലിയൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി വലിയ ചിന്തനീയമാണ്. കാരണം ഇന്നത്തെ അറവുശാലകളിലൊക്കെ തന്നെ വീപ്പ സമ്പ്രദായമാണ് ചിലയിടത്തൊക്കെ. അപ്പൊ ഒന്നിനെ അറുത്തിട്ട് അതിലോട്ടിടും. വലിയ കല്യാണമൊക്കെ വരുമ്പോ 150 500 കോഴിയൊക്കെയാണ്. ഒന്നിനെ അർത്ഥങ്ങോട് ഇട്ടു, അടുത്തതിന് ബിസ്മില്ലി അർത്ഥങ്ങോട് ഇട്ടു, മൂന്നാമത്തെ ഇട്ടു, 10 ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും അടിയിലത്തെ ഉള്ളത് രക്തം വാർന്നൊലിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടിച്ചാകാണ്. കാരണം അതിന്റെ മേലോട്ട് വരുന്നു, ഒന്ന് വീണോണ്ടേ ഇരിക്കുക, ശ്വാസം വിടാൻ മേലെ. വൽ മുൻഖനിഖത്തു. ശ്വാസം മുട്ടിച്ചത്തത് പാടില്ല. വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ കാലികമാണ്, എക്കാലഘട്ടത്തിലേക്കും ഉപയോഗിക്കേണ്ടതാണ്. എന്തിനാണ് ഇന്നത്തെ തലമുറയിൽ നോക്കിയിട്ട് ശ്വാസം മുട്ടിച്ചത്തത് എന്ന് പറയുന്നത്? നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാറുണ്ടോ? ഇല്ല. രക്തം വാർന്നൊലിച്ചു പോയിട്ടുള്ളതാകുന്ന മൃഗമാണ് ഏറ്റവും ബെറ്റർ എന്ന് ശാസ്ത്രം നിജപ്പെടുത്തിയിരിക്കുകയാണ്. എത്രത്തോളം ക്രിക്കറ്റ് കളിക്കാർക്ക് ഇപ്പോൾ നിയമം വന്നിരിക്കുന്നു, എന്ത് ഹലാൽ ഫുഡ് കൊടുക്കണം. BCC അംഗീകരിച്ചിരിക്കുന്ന പുതിയ നിയമമാണ് ഇപ്പൊ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ്. ക്രിക്കറ്റ് കളിക്കാർക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാർക്ക് അവര് പറയുന്നു ഇതുപോലെ നല്ല വൃത്തിയാക്കിയ ഹലാൽ ഫുഡ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം രക്തം പരിപൂർണമായി വാർന്നൊലിച്ചു പോയില്ല എങ്കിൽ അത് കട്ട പിടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അതിനെ ശ്വാസം മുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കതകിനിടയിൽ വെച്ച് നെരിച്ചിട്ടോ പെടലി ഒടിച്ചിട്ടോ ഒക്കെ കൊന്നുകളഞ്ഞാൽ രക്തം കട്ട പിടിച്ച് ആ രക്തത്തോടുകൂടി നമുക്കത് ശരീരത്തിന് ദോഷം ചെയ്യും, വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ രക്തം പരിപൂർണമായിട്ട് ഒലിച്ചുകൊണ്ട് പോരട്ടെ. അതിനുവേണ്ടി നല്ല രീതിയിൽ അറവ് നടത്തുക. അതാര് പറഞ്ഞു? നമ്മൾ പറഞ്ഞതല്ല, ശാസ്ത്രം ഇന്ന് അംഗീകരിച്ച കാര്യമാണ് പറഞ്ഞത്. അതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും, ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് പറയാം.
അപ്പൊ അതില്ലാതാകാണ്. വൽ മുനഖനിഖത്തു, ശ്വാസം മുട്ടിച്ചെത്തത്. ഈ ചെറിയ വീപ്ര സമ്പ്രദായം പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലല്ലോ. പണ്ടെന്തായാലും പള്ളിയിൽ നിന്ന് മൂലിയാർ ആരെങ്കിലും വിളിക്കുമല്ലാക്കെ. ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ തന്നെ എന്ത് ചെയ്യാം, ബിസ്മില്ലി അറുത്തിട്ട് പറമ്പിലങ്ങിടും. അപ്പൊ ഇതിങ്ങനെ നല്ല റാഹത്തായിട്ട് എന്ത് ചെയ്യും, ആത്മാവ് പോകുന്നത് വളരെ ശാന്തി സുന്ദരമായിട്ടാണ്. ചിലതിങ്ങനെ പറന്ന് അപ്പുറത്തെ പറമ്പിൽ കൂടെ ഓടി പോയിട്ടുണ്ടാവും, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനത്തെ ഉണ്ട്. എന്നിരുന്നാലും അതിന്റെ ആത്മാവ് പോകുന്നത് എങ്ങനെയാ? ഒരു ശ്വാസം മുട്ടിച്ചെത്ത നിലയ്ക്കല്ല. ഈ വീപ്പ സമ്പ്രദായം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഒന്ന് കഴിഞ്ഞിട്ട് അത് ഏകദേശം അനക്കാൻ നീങ്ങിയതിന് ശേഷം അടുത്തിട്ടാൽ മതി എന്ന് പറയണം. നമ്മൾ അങ്ങോട്ട് പറയണം, ഉണർത്തണം. നമുക്ക് വേണ്ടിയല്ലേ കൊണ്ടുപോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഖുർആൻ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഒരുപാടുണ്ട്, ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, വിശാലമായിട്ട് പോകുന്നില്ല. വഇഫത്തു തുഅമത്തിൻ, കഴിക്കുന്ന ഭക്ഷണം പരിപൂർണമായ ഹലാലായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നീ രക്ഷപ്പെട്ടവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 4 കാര്യങ്ങളാണ് നബി തങ്ങൾ ഉണർത്തിയത്. കഴിക്കുന്നത് മാത്രമല്ലല്ലോ ഹലാൽ, എല്ലാം ഹലാലായിരിക്കണം. നമ്മുടെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നത് ഹലാലായിരിക്കണം. അന്യൻ്റെതാകുന്ന സമ്പത്ത് 1 രൂപ ഒരുമിച്ച് കൂട്ടിയാൽ 10 ലക്ഷം നിന്റെ കയ്യിലുണ്ടെങ്കിലും 1 രൂപ മതി ഹറാമായത്, അത് മുഴുവനും മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് ഭാര്യമാര് വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ദൂരെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് വാതിൽക്കൽ നിന്നിട്ട് വിളിച്ചു പറയും. എന്ത് പറയും? ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ നരകത്തിന് മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഈ ദുനിയാവിൽ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഇയ്യാക വകസബൽ ഹറാം, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങളെ സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിക്കണേ, സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിലൂടെ ഞങ്ങളൊക്കെ കഴിക്കപ്പെട്ടാൽ ഞങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. പക്ഷേ നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല കേട്ടോ. അതുകൊണ്ട് ഹറാമ് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം അത് തീർച്ചയായും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ ഗൗരവമായി ചിന്തിക്കേണ്ട പാഠമാണ്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, അവന്റെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. അയൽവാസി സുന്ദരമായ വീട് വെച്ചത് കണ്ടിട്ട് എന്തേടാ നീ 10 കൊല്ലമായി ഗൾഫിൽ പോകുന്നു, ഇതുവരെ ഒരു നില പോലും നീ കറക്റ്റായി പണിതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ളവരെ മോശപ്പെട്ട ജോലിക്ക് വേണ്ടി നിർബന്ധിക്കരുതേ. ഇയ്യാക വകസബൽ ഹറാം, നീ നിന്നെ സൂക്ഷിക്കണേ. ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിനെ ശ്രദ്ധിക്കണേ. ഒരുപാട് ആളുകൾ സമ്പത്ത് ഹറാമായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. അതിനുവേണ്ടി അന്യരെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവാക്കളുള്ള കാലഘട്ടമാണ്. വ്യഭിചരിക്കാൻ, സിനിമ കാണാൻ, സീരിയൽ ദർശിക്കാൻ, അശ്ലീല തലത്തിലേക്ക് കണ്ണും കാതുകളും കൊണ്ടുപോകാൻ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, അടിച്ചു പൊളിക്കാൻ, ഏതെങ്കിലും ബാങ്കുകളിലോ മാൾ
മാളുകളിൽ പോയിരുന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ എറണാകുളത്തോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഏതൊക്കെ റെഡ് സീറ്റുകളുണ്ടോ അവിടെയെല്ലാം പോയി അടിച്ച് പൊളിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടി സമ്പത്ത് ചൂതാട്ടം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ, അതിനുവേണ്ടി ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നവരെ ശ്രദ്ധിക്കണേ. വൈഫത്തു തുഅമത്തിൻ ഹറാമല്ലാത്ത ഹലാലായ സമ്പാദ്യം കൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ. അത് മാത്രം കഴിച്ച് നിലകൊണ്ടാൽ മാത്രമാണ് നിനക്ക് ദുആഇന് ഇജാബത്ത് ലഭിക്കുക എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കണേ. വഅമലൂ സാലിഹാ, നല്ല അമലുകളും ചെയ്യണേ. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂല് 10,000 സഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഓതുമ്പോ ഫഖാമ സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഉദ്ഉല്ലാഹ ലി അൻ അകൂന മിൻ മുസ്തജാബി ദഅവാത്, എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നവനായി ഉൾപ്പെടുന്ന വ്യക്തിത്വമായി മാറാൻ, റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു തട്ടാത്തതാകുന്ന വ്യക്തികളിൽ ഉൾപ്പെടാൻ തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ഹലാൽ കഴിക്കണേ, തകുൻ മുസ്തജാബു ദഅവാ, നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിക്കണേ. ഹറാമ് കഴിക്കരുതേ, ഹറാമ് ഭുജിക്കരുതേ, ഹറാമ് സമ്പാദിക്കരുതേ. ഹലാല് സമ്പാദിച്ച് ഹലാല് ഭുജിച്ച് നീ ദുആ ചെയ്താൽ തകുൻ മുസ്തജാബു ദഅവാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ് പെങ്ങളെ. എത്രയെത്ര ഉമ്മമാരാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നില്ലല്ലോ, ഞാൻ ദിക്ർ ചൊല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ റവാത്തിബു സുന്നത്തുകൾ അമൽ ചെയ്യുന്നവനാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവളാ. ദുആഇന് ഇജാബത്ത് എന്താണ്? നിനക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണോ? തകുൻ മുസ്തജാബു ദഅവയായി മാറണോ? നീ ഹലാല് സമ്പാദിക്കണേ. നിന്റെ ഭർത്താവിനോട് ഹറാമ് കൂട്ടരുതേ, വീട്ടിലേക്ക് കൊണ്ടുവരരുതേ എന്ന് പറയണേ. ഇന്നത്തെ സഹോദരിമാര്, ഇന്നത്തെ ഭാര്യമാര് വലിയ കുറ്റം ചെയ്യുന്നവരാണ്. എന്തെന്നറിയുമോ? അയൽവാസിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭാര്യയും ഉമ്മയും പറയുകയാണ്, എടാ എത്ര നാളായി നീ കച്ചവടം തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 20 കൊല്ലമായിട്ട് പോലും ഒരു വീട് കേറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അയൽവാസിയാകുന്ന ജാബിറിലേക്ക് നോക്ക്, അയൽവാസിയാകുന്ന ഉസ്മാനിലേക്ക് നോക്ക്. അവൻ 3 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയിട്ട് അവനിതാ വലിയ മനോഹരമായ വീട് വെച്ചു, അവൻ അങ്ങാടിയിൽ വലിയതാകുന്ന സ്ഥലം വാങ്ങിച്ചു, അവിടെ ബിൽഡിംഗ് കെട്ടാൻ പോവുകയാണ്. ഇത് ഉമ്മ പറയുന്നത് കേൾക്കുകയാണ്, ഇത് ഭാര്യ പറയുന്നുകൊണ്ട് കേൾക്കുകയാണ്. നല്ല ഒരു ജോലിയാണ്, ഹലാലായ ജോലിയാണ്, ഹലാലായ സമ്പാദ്യം കൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് നിർബന്ധം ചൊലുത്തിയിട്ട് ഉമ്മയും ഉപ്പയും സഹോദരിമാരും ഭാര്യയുമടക്കം നിർബന്ധം ചൊലുത്തുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, ഹറാമ് സമ്പാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. അവന് പാർട്ട് ടൈം ജോലി, മോശപ്പെട്ട ജോലികൾ തേടിക്കൊണ്ടു പോയാണ്, അടിച്ചു മാറ്റാൻ വേണ്ടി തുനിയുകയാണ്. അറബിയത്തി
തീക്കാനയിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഭാര്യയല്ലേ. ആരാണ് ഉത്തരവാദി? ഭർത്താവിനെ നിർബന്ധിച്ച ഉമ്മയല്ലേ? ഭർത്താവിനെ നിർബന്ധിച്ച ഉപ്പയല്ലേ? ആരാണ് ഉത്തരവാദി? വാപ്പയെ നിർബന്ധം ചൊലുത്തിയ മകളല്ലേ, മകനല്ലേ? പാവപ്പെട്ടവൻ ഹലാല് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചിരുത്തണേ. കാരണം നാളെ ആഖിറത്തിൽ ഖേദമാണ്. മാനബത മിനൽ ഹറാം, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ആരൊരുവൻ ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടിയോ, അതിലൂടെ ഭക്ഷണം കഴിച്ചോ, അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നൽ അബ്ദ ലയഖ്ദിഫു റുഖ്മതൽ ഹറാം ലാ യഖ്ബലുല്ലാഹു അമലഹു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരടിമ ലയഖ്ദിഫുൽ ലുഖ്മതൽ ഹറാമ, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഹറാമായ ഭക്ഷണം ഒരു പിടി വായിലേക്ക് വെച്ചാൽ ലാ യഖ്ബലുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമലിനെ സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ നിസ്കരിച്ച നിസ്കാരം, നീ നോറ്റു വീട്ടിയ നോമ്പുകൾ, നീ കൊടുത്തു വീട്ടിയ സക്കാത്തുകൾ, നീ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതാകുന്ന പ്രാർത്ഥനകൾ, നീ നമസ്കരിച്ച നിസ്കാരങ്ങൾ, നീ പാതിരാത്രി സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത പ്രാർത്ഥനകൾ ഒന്നും തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു അമലഹു, അവന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ പിടി വായിൽ വെച്ചതേ ഉള്ളൂ, അമല് പോയി. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് ആളുകൾ പറയുന്ന, പലപ്പോഴും സഹോദരിമാർ ആശങ്കപ്പെടാറുള്ള ഒരു കാര്യമാണിത്. അതെ, ദുആ സ്വീകരിക്കുന്നില്ല. ഭർത്താവ് കൊണ്ടുവരുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിർബന്ധം കാരണമായിട്ട് ഒരുപക്ഷെ മോശമായ തലത്തിലേക്ക് പോയിട്ടുണ്ടാകാം. 1 രൂപ വന്നാ മതി ഹറാം. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്, അപ്പൊ അവിടെ നല്ലൊരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് അതുകൊണ്ട് പതുക്കെ സിമ്മ് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന വില ആയിക്കോട്ടെ, 10,000 റുപ്യക്ക് 10,000 ആഹത്ത്. അതുകൊണ്ട് വീട്ടിലേക്ക് നല്ല അരി വാങ്ങിച്ചിട്ട് വന്ന് ആഹത്തായിട്ട് കഴിച്ച് വീട്ടിലുള്ള എല്ലാവരും കഴിപ്പിച്ച്. മാനബത്തമിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നീ മാത്രമല്ല നരകവുമായി ബന്ധപ്പെടുന്നത്, അത് കഴിച്ചതാകുന്ന മക്കൾ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ നരകത്തിന് ബന്ധപ്പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ വിഷയം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു പൈസ പോലും ഹറാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കണം. മറ്റൊരുത്തന്റെ പൈസ നമുക്ക് വേണ്ട, അവന്റെ സമ്പാദ്യം നമുക്ക് വേണ്ട, അവന്റെ ഭൂമി വേണ്ട. ഇപ്പൊ എല്ലാവരും വഴക്കടിക്കുന്നത്, അധിക വീഡിയോസും ഒക്കെ കാണുന്നത് വഴിയുടെ വിഷയത്തിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പള്ളിക്കകത്ത് ഭയങ്കര തസ്ബീഹൊക്കെ പിടിച്ചിരുന്ന ഹാജിയാര് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വഴിയുടെ വിഷയത്തിൽ നോക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ട് തലയെക്കെട്ട് കെട്ടിയിട്ട് ഗുസ്തി കാണിക്കുക റോഡിൽ വന്നിരുന്നു. ബ്ലാക്ക് ബെൽറ്റ്, ഭയങ്കര പരിപാടി. എന്നിട്ടുള്ള ഇടിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി ചെയ്യും. ലാസ്റ്റ് വലിയ ഷോ കാണിക്കുക റോഡിൽ ഇറങ്ങി. എന്താ സംഭവം? അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ അടിയുണ്ടാക്കുന്നത്. ഒരു കാർ ഇങ്ങോട്ട് വളഞ്ഞു പോകാനുള്ള ഒരു സൗകര്യം ആചാര്യ ചെയ്തു കൊടുത്താൽ തീരുന്ന വിഷയമുള്ളൂ. എന്താ പോകാനും? നാളെ ഇതും കൊണ്ടുപോകും. ചിലരങ്ങ് ഭയങ്കര കടുംപിടുത്താണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ദുനിയാവൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ ഓടണ്ട. ഫറാറത്തുൻ, ഈ ദുനിയാവ് നമ്മളെ വിട്ടുകൊണ്ട് ഓടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തയ്യാറത്തുൻ, നിന്നെ വിട്ടുകൊണ്ട് പറക്കുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി.
നാളെ നിന്റെ മുന്നിൽ ഈ ദുനിയാവ് നിനക്ക് ഗുണം ചെയ്യാനുണ്ടാവൂല. നിന്നെ വിട്ടുകൊണ്ട് ഓടി പാറിപ്പോകും. നിനക്ക് രക്ഷകനാകൂല. പക്ഷെ നിനക്ക് രക്ഷകനാകും എങ്ങനെ? ഈ ദുനിയാവ് നീ അമല് കൊണ്ട് നിലകൊണ്ടാൽ, തഖ്വയനുസരിച്ച് നിലകൊണ്ടാൽ, ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിച്ചാൽ, സത്യസന്ധത പുലർത്തി ജീവിച്ചാൽ, സൽസ്വഭാവിയായി ജീവിച്ചാൽ, നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ലത് സമ്പാദിച്ച് നല്ല ഭക്ഷണം കഴിച്ചാൽ ഈ രക്ഷപ്പെട്ടവനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്‌ലിസിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നല്ല നിയ്യത്തുകൾ വെച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. റൂഹെ ബയാൻ കുടുംബം എല്ലാവരും കൃത്യമായി എല്ലാ ദിവസവും രാത്രിയിൽ ഇശാഇന് ശേഷം മജ്‌ലിസ് അവസാനിപ്പിക്കാറുള്ളത് ലാ ഹൗല 33 പ്രാവശ്യം ചൊല്ലിയിട്ടാണ്. ലാ ഹൗല ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദിൽ നിന്ന് ഇജാസത്ത് ലഭിച്ചിട്ടുള്ളതുമാണ്. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അത് ചൊല്ലിയാൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അല്ലാഹു കൈവരിക്കും, അത് നൽകും. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യ രോഗം യവനും ഭയക്കുന്നതാ. ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. മുറുകെ പിടിച്ചാൽ തമാം. യാ അല്ലാഹ്, വളരെ റാഹത്താണ്. ഒരു ദിവസം പോലും മുടങ്ങരുത്. നേരത്തെ പറഞ്ഞില്ലേ, തഴവ ഉസ്താദ് ഭാര്യയ്ക്ക് അയച്ച കത്ത്, അതിലുള്ള ഒരു വരി ഇങ്ങനെയാണ്: ഭാര്യയോട് പറയാം, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ഒരു ദിവസം പോലും മുടങ്ങാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന മഹനീയമായ ദിക്ർ ബിസ്മി കൂടി ചേർത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് നീ നിത്യമായി ചൊല്ലിക്കോ. എല്ലാവിധ ഐശ്വര്യവും നിനക്ക് ലഭിക്കും. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശമാണ്. സ്വഹാബത്ത് ഏറ്റെടുത്തതാണ്. സ്വഹാബത്ത് അതിന് ശേഷമുള്ളവർക്ക് കൈമാറി ബഹുമാനപ്പെട്ട ശൈഖുനയിലേക്ക് എത്തിയതാണ്. അവർ നമുക്ക് കൈമാറി തന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, എത്ര സഹോദര സഹോദരിമാരാണ് റൂഹെ ബയാൻ കുടുംബാദികൾ സന്തോഷം പറഞ്ഞിട്ടുള്ളത്. ലാ ഹൗല ചൊല്ലിയിട്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവന്നവർ നിരവധി ആളുകളാണ്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവർക്ക് അത് ഇല്ലാതായത് ഈ ലാ ഹൗല ചൊല്ലിയിട്ടാണ്. ലാ ഹൗല വലാ ഖുവത. ഇബാദത്തുകളിൽ നിന്ന് തെറ്റുകയുമില്ല, ആരാധനകൾക്ക് കരുത്താർജിക്കുകയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഉന്നതനായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. അതാണ് അതിന്റെ അർത്ഥം. അത് ബിസ്മി ചേർത്ത് ചെല്ല വളരെ ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ 33 പ്രാവശ്യം ചെല്ലിയിട്ടാണ് നമുക്ക് ഇന്ന് ഈ സദസ്സ് പിരിയുക ഇൻഷാ അല്ലാഹ്. അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇന്നലത്തെ മജ്‌ലിസ് നടന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അവിടെയുള്ള ആളുകൾ 10,000 ഒരുമിച്ച് കൂടിയ മജ്‌ലിസ്. അവിടെയും എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ അത് ചൊല്ലി ഏറ്റെടുത്തു. നാളെ ഇനിയുള്ളത് കാസർഗോഡ് ജില്ലയിലെ മന്നനാടി മഖാം ഉറൂസിലാണ്. 10,000 പങ്കെടുക്കുന്ന വലിയ ഉറൂസ് പരിപാടിയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ മജ്‌ലിസുകളും സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ മജ്‌ലിസ് അവസാനിപ്പിക്കുക ഈ രീതിയിലാണ്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ നിലകൊള്ളുന്ന ഒരുപാട് കമന്റുകൾ ദിനേന യൂട്യൂബ് ലൈവാണല്ലോ, ലൈവ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ കമന്റ് ഇങ്ങനെ വരാണ്. വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞു അവർക്കൊക്കെ തന്നെ ദുആ ചെയ്ത് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഫോം വിളിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ മെസ്സഞ്ചറുകളിലൂടെ പറഞ്ഞവരുണ്ട്, അല്ലാതെ പലവിധേന കത്തുകൾ അയച്ചുകൊണ്ട് സങ്കടങ്ങൾ അറിയിച്ചവരുണ്ട്. അതിന്റെ സ്ഥലത്ത്
ചെല്ലുമ്പോൾ തന്നെ, ഇന്നലെ തന്നെ മഞ്ചേരിയിൽ പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ റൂഹെ ബയാൻ കുടുംബത്തിലുള്ളവർ വന്നുകൊണ്ട് നേരിട്ട് പറഞ്ഞവരുണ്ട്. അവരടക്കം എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ റൂഹെ ബയാൻ കുടുംബത്തിൽ അംഗത്വമെടുക്കാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും യൂട്യൂബിൽ ലൈവ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുമ്മനം ഉസ്താദ് ലൈവെന്നോ അല്ലെങ്കിൽ റൂഹെ ബയാൻ ലൈവെന്നോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എത്രയോ മോശമാക്കപ്പെട്ടതാകുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. സിനിമകൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. അശ്ലീലമാക്കപ്പെട്ട പാട്ടുകൾ നമ്മൾ കേട്ടവരാ. നമ്മുടെ ഈ കണ്ണും നമ്മുടെ കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ അള്ളാഹുവിലേക്കൊന്ന് തിരിച്ചുകൂടെ? നമ്മളൊക്കെ മരിക്കാൻ അടുത്തില്ലേ സഹോദരങ്ങളെ? ഏത് സമയത്താണ് എപ്പോഴാണ് മരണം നമ്മളിലേക്ക് വരിക? ഒരിക്കലും തീർച്ചപ്പെടുത്താൻ പറ്റൂല. ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു കുടുംബം സൗദിയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ? അവർ എന്നേക്കുമായി ലോകത്തുനിന്ന് വിട പറഞ്ഞത്. മനോഹരമായ വീടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പോയവരാണ്. കുടുംബം ഒന്നടങ്കം അപകടത്തിൽപ്പെട്ടു. അള്ളാഹു ആ കുടുംബത്തിൽ എല്ലാവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ചിന്തിക്കാൻ, മനോഹരമായ വീട് കൂടണമെന്ന് ആഗ്രഹിച്ചവർക്ക് അള്ളാഹു ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന വീട് കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഏത് സെക്കൻഡിൽ എപ്പോഴാണ് എവിടെ വെച്ചാണ് മരണം ഒന്നും നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല.